മനാഫ്, ഈ ധർമ്മശാല ഫയൽസ് എന്ന് പറഞ്ഞ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അന്വേഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. മനാഫിൻ്റെ ഇതിൻ്റെ കോപ്പി ഉണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ ഇത് ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ബൈ അഭിഷേക് എം, യുണൈറ്റഡ് മീഡിയയിലെ അഭിഷേക് എം എന്ന ഒരു പത്രപ്രവർത്തകൻ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായി വന്നിരിക്കുന്നതാണ് ഈ ധർമ്മശാല ഫയൽസ് എന്ന ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് 6 കേസുകളെക്കുറിച്ചാണ്. സൗജന്യ കൊല്ലപ്പെട്ട 2012 കേസ്, അനന്യ ഭട്ട് എന്ന പെൺകുട്ടിയെ കാണാതായ 2004 തിരോധാന കേസ്, നാരായണ യമുന ദമ്പതികൾ കൊല്ലപ്പെട്ട 2012 കേസ്, വേടവാളി ഹരാലെ കേസ് 1979 ഏറ്റവും പഴയ ടീച്ചർ കൊല്ലപ്പെട്ട കേസ്, പിന്നെ മലയാളിയായ പത്മലത കൊല്ലപ്പെടാൻ ഇടയായ 86 കേസ്. മനാഫ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിന് പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾക്കറിയാം? ആരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെടാൻ ഇടയുള്ളത്? ആർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്? നമസ്കാരം. ആദ്യമേ ഞാൻ പറയട്ടെ, 24 ചാനലിന് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഒരു വിഷയം കർണാടകയിലോ ഇന്ത്യയിലെ ഒരു ചാനലും ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ആദ്യമായിട്ട് അതിനൊരു ധൈര്യം കാണിച്ച 24-ന് അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ വിഷയം 1979 വേദവല്ലിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇപ്പം ഇതുവരെ കിട്ടിയ നമ്മളെ കണക്ക് പ്രകാരം. ഇതിന് ശേഷം അവിടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരമാണെങ്കിൽ 1000-ൽ പരം മർഡറുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി തന്നെ ഒരുപാട് ശവങ്ങൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 1-ൽ കൂടുതൽ ആളുകളുടെ ശവം കുഴിച്ചു മൂടേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ഗ്യാങ്ങാണ് അവിടെ നടത്തി വരുന്നത്. കഴിഞ്ഞ 12 കൊല്ലത്തെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 485 പേരെ വിവരാവകാശം വെച്ചിട്ട് 485 പേരുടെ മരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരീകരിച്ചത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. അത് ഗവൺമെൻറ് തന്നെ ആ 485 പേരെ ഡിസ്പോസ് ചെയ്തത്, അവരുടെ ശരീരം ഡിസ്പോസ് ചെയ്തത് ഗവൺമെൻറ് തന്നെയാണ്. അത് കൂടാതെയാണ് ഈ പറയുന്ന 1000-ൽ പരം എന്ന് പറയുന്നത്. അതിൽ എത്ര സത്യമുണ്ട് എന്നുള്ളത് ശുചീകരണ തൊഴിലാളി ഇനി വരുന്ന ആളുകളിൽ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പം 24-ൽ കാണുന്ന ആ ഒരു വീഡിയോയിൽ ഞാനും കൂടി ദൃക്സാക്ഷിയാണ്. അവിടെ പോയി ഈ ബോഡീസ് എടുത്ത സമയത്തുള്ളതാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗജന്യ കേസ്, സൗജന്യനെ കൊല ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആന്തരിക അവയവത്തിൽ വരെ മണ്ണ്, അതായത് പ്രൈവറ്റ് പാർട്ടിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച അത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മലയാളി പെൺകുട്ടിയുടെ കൊലപാതകം എന്ന് പറഞ്ഞാൽ കൈയും കാലും വള്ളി ഉപയോഗിച്ച് കെട്ടിയിട്ടാണ് കൊന്ന് പുഴയിൽ ആ ബോഡി കിട്ടിയത്. അപ്പം അത്ര ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഓരോ കൊലപാതകങ്ങളും. സൗജന്യ കേസിലുള്ള കൊലപാതകത്തിൻ്റെ സാക്ഷികളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇന്ന് ആ സാക്ഷികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പല ദുരൂഹ സാഹചര്യത്തിൽ. അത്ര മലയാളികൾ മനസ്സിലാക്കണം. മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ കേരളത്തിൽ ഇരിക്കുന്നതിനോടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിലും ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പല ഗ്രാമങ്ങളിലും ഇന്നും ഈ ജമ്മികൾ, ഭൂപ്രഭുക്കന്മാരാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ല. നിഷ്ഠൂരമായിട്ട് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത കൊലപാതകങ്ങളാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നടക്കുന്നത്. മനാഫ്, ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് മനാഫ്, ഈ കാണാതായ തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ 400 പേർ വിവരാവകാശ പ്രകാരം കൊല്ലപ്പെട്ടതിന്റെ വിവരങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അത് പരിശോധിക്കേണ്ടതാണെങ്കിലും അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് മലയാളികളുടെ തിരോധാനം സംബന്ധിച്ച വിവരങ്ങൾ എത്ര പേരെ കാണാതായതിന്റെ ആണുള്ളത്? ഇപ്പൊ പത്മലതയുടെ കേസ് വരുന്നത് 1986-ലാണ്. അത് പത്മലതയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു. അദ്ദേഹം അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതും അതിന് ഒരു പകവീട്ടൽ എന്ന നിലയിലാണ് പത്മലതയുടെ കൊലപാതകം ഉണ്ടായത് എന്നുമാണ് അന്ന് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ആരെയും ശിക്ഷിക്കപ്പെട്ടൊന്നുമില്ല എങ്കിൽ പോലും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മലയാളികളുടെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മനാഫ് കയ്യിൽ? അതിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന 2015-ലാണ് ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ മുമ്പേ
ബെൽത്തങ്കടിയിലാണ് പോലീസ് സ്റ്റേഷൻ. ബെൽത്തങ്കടിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ, അതായത് മനമാറ്റം വന്നിട്ട് പറഞ്ഞത് പല മലയാളികളും അവിടെ വന്നിട്ട് പരാതി കൊടുക്കാറുണ്ട്, അവരെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പരാതി കൊടുക്കാറുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്നേ വരെ ഒരു പരാതിയും സ്വീകരിക്കാറുമില്ല. ഈ പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാറുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഇപ്പം ആദ്യമായിട്ട് ഇപ്പം കേരളത്തിലുള്ള 24 ആണ് ആദ്യത്തെ ഇങ്ങനത്തെ ഒരു ചർച്ച സംഘടിപ്പിക്കണേ തന്നെ. ഇത് കണ്ടിട്ടെങ്കിലും പല ആളുകളും ആ കാലഘട്ടത്തിലൊക്കെ കാണാതായ ആളുകൾ മുന്നോട്ട് വന്നാലേ ഇതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇതിലേക്ക് പോവുള്ളൂ. ഇതെന്തായാലും വരുന്ന ആളുകളിൽ എന്താ പറയുക ലോക ശ്രദ്ധ നേടുന്ന ഒരു കേസായിരിക്കും എന്നുള്ളത് ഞാനിതാ വരുന്നു.